ഈ സഖീന്റെ പുത്രനാണ് ഇവൻ. തമ്പുരാന്റെ അനുമതി ഇല്ലാണ്ട് ഇവനെ തൊടാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ടായത്. പറയുമ്പോൾ എന്തറിയോ, ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഇതിൽ നിർണായകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ആനയ്ക്ക് ഏതാണ്ട് മയക്കുവെടി വെക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇവൻ്റെ കൂടെയുള്ള ആന കരഞ്ഞിട്ടുണ്ട്. മയക്കുവെടി കിട്ടിക്കഴിഞ്ഞിട്ടും കരഞ്ഞിട്ടുണ്ട്. നമ്മൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആനയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുട്ടിക്കൊമ്പൻ ആന തോട്ടത്തിൽ കയറിയപ്പോൾ മറ്റു പുറത്ത് ജനം വളഞ്ഞു എന്നുള്ള മറ്റേ ആനയ്ക്ക് തോന്നിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടൊരു സിഗ്നൽ കൊടുത്തതായിരിക്കാം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ വടക്കനാട് പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ പിടിക്കുന്ന ദൗത്യവും കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി തവണ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് മുട്ടിക്കൊമ്പൻ ഈ വടക്കനാട് പ്രദേശത്തൊക്കെ നടത്തിക്കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ മുട്ടിക്കൊമ്പൻ ആനയെ പിടിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നു ആനയെ പിടികൂടിയതിനു ശേഷം പിന്നെ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളും കാര്യങ്ങളും നാട്ടുകാരുടെ അഭിപ്രായങ്ങളും പിന്നെ ആനയെ തിരിച്ച് പിടിച്ചു കൊണ്ടുപോയി മുത്തങ്ങ എലിഫന്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വൽസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഏതായാലും നമുക്ക് ആ ഒരു സന്തോഷകരമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അതിലും വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണിന്ന്. ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് വാർത്ത ലഭിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ആളുകളെല്ലാം കാത്തിരിക്കുകയാണ് കേട്ടോ. കുംക്യാനകളെ ഉപയോഗിച്ച് മുട്ടിക്കൊമ്പനെ വടമൊക്കെ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി എന്നുള്ള രീതിയിലാണ് വാർത്ത കിട്ടുന്നത്. ഇപ്പോൾ സമയം 12:15 വെളുപ്പിന് ഒരു 1 മണി 2 മണി ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം ആനയെ കയറ്റി കഴിഞ്ഞു. ഇതിലെയാണോ കൊണ്ടുവരുന്നതെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. പക്ഷേ അധികം നേരം കഴിയാതെ നമുക്കതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതായാലും ഈ നാട്ടുകാരനായിട്ടുള്ള മത്തായി ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടനെ നമ്മൾ നിരവധി തവണ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ചേട്ടൻ്റെ പറമ്പിൽ കൂടെയൊക്കെ സ്ഥിരം ഈ മുട്ടിക്കൊമ്പൻ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് ഇപ്പോൾ? ഒരു സന്തോഷമായോ? വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങാതിരിക്കുകയത് അതെ ഈ മുട്ടിക്കൊമ്പനെ കൊണ്ട്. ഈ മുട്ടിക്കൊമ്പൻ നശിപ്പിക്കാത്ത ഒരു പറമ്പ് പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ശരാശരി ഇവിടെ മുതൽ 3 വാർഡും അതിൻ്റെ എല്ലാ പറമ്പിലും കയറുന്നുണ്ട്. എല്ലാ പറമ്പും അവന് നല്ല പരിചയമാണ്. അതെ. അങ്ങനെ നല്ല പരിചയമുള്ള ആനയാണ്. വളരെയധികം ബുദ്ധിയുള്ള ഒരു ആനയാണ്. ഈ കാട്ടിലേക്ക് വെച്ചിട്ട് ഈ കാട്ടാനയിലേക്ക് വെച്ചിട്ട് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആനയാണ് ഈ ആന. അതുകൊണ്ടാണ് ഇത്രയും സമയം നീണ്ടുന്നത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിപ്പോയി. കാരണം ഈ 13 ദിവസം മെനക്കെട്ടിട്ടാണെങ്കിലും ഈ ആനയെ പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റർമാർക്കും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും വളരെ അഭിനന്ദനം പറയുകയാണ്. ഈ വടക്കനാട് കൊമ്പൻ പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഈ ഒരു ആനയുടെ ശല്യം കൂടിയത് കഴിഞ്ഞപ്പോൾ ശരിക്കും നിങ്ങളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ആന പല പ്രാവശ്യങ്ങളിലും വീടിൻ്റെ പരിസരത്ത് കൂടെ വന്നിട്ടുണ്ട്. വീട്ടിൽ ആളുണ്ടോയെന്ന് തപ്പി നോക്കി
നടക്കുന്ന ഒരു ആനയാണ്. അതെ അതെ. ഈ ആനയ്ക്ക് മനുഷ്യനൊന്നും ഒരു പ്രശ്നമല്ല. ലൈറ്റ് അടിച്ചാൽ പ്രശ്നമാണ്. ലൈറ്റ് അടിച്ചാൽ വീട്ടിലേക്ക് ഓടി കയറി വരികയാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ശല്യക്കാരനായിരുന്നു. അപ്പോൾ ആ ശല്യം ഒഴിവാക്കി എന്ന് വേണം പറയാൻ. എന്നാലും മറ്റൊരു ആന ഉണ്ടാവും ഇതിൻ്റെ കൂടെയുള്ളത്. അത് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് പറമ്പുകളിൽ കയറാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതൊരു ഭയങ്കര ഒരു ആനയായിരുന്നു. അതെ, ഈ ആനയുടെ പുറകെ തന്നെ വന്നതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനിയും തുടർച്ചയായിട്ട് മറ്റേ ആന ശല്യം തുടങ്ങുമോ ഇല്ലെന്നുള്ളത് പറയാൻ പറ്റില്ല. അതായത് വടക്കനാട് കൊമ്പൻ്റെ അതേ പാതയായിരുന്നു. ഇവർ 3 പേര് ഒരുമിച്ചായിരുന്നു നടന്നത്. ഞങ്ങൾക്കൊക്കെ തീർത്തും അറിയാവുന്നതാണ്. 3 ആന ഉണ്ടായിരുന്നു അല്ലേ? 3 എണ്ണം. വടക്കനാട് കൊമ്പൻ, മുട്ടിക്കൊമ്പൻ, അപ്പോൾ ഇനി ഒരു കൊമ്പനാണ്. ഒരു ആനയുടെ ഒരെണ്ണം ഉണ്ട്. അത് ഇങ്ങനെ 3 പേര് ഒരുമിച്ചാണ് നടന്നത്. അപ്പോൾ അവർ നല്ല സൗഹാർദ്ദത്തിലാണ് ഈ ആനകൾ 3 എണ്ണവും. ഒരാൾ അവിടെ ഇറങ്ങിയാൽ ഒരാൾ ഇന്ന് 2ാം വാർഡിൽ ഇറങ്ങിയാൽ ഒരാൾ 3ാം വാർഡിൽ ഇറങ്ങുക. അങ്ങനെ ഒരു സഹകരണത്തിൽ കൂടിയാണ് ഈ ആന പറമ്പുകളിൽ കൂടെ കയറിക്കൊണ്ടിരുന്നത്. ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതാണ്. നമ്മൾ 10-65 വർഷമായി ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ആനകളുടെയും കടുവയുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആന ഇപ്പോൾ കളഞ്ഞ കൃഷികൾക്കൊന്നും കണക്കൊന്നും ഇല്ലല്ലോ. അതുപോലെ ഒരു കണക്കുമില്ല. ഇവിടുന്ന് കോടികളുടെ സാധനങ്ങളാണ് ഈ ആന കളഞ്ഞേക്കുന്നത്. അതിൻ്റെ കാൽഭാഗം പൈസ വേണ്ടായിരുന്നു ഈ ജനങ്ങൾക്ക് സുരക്ഷിത വേലി ഉണ്ടാക്കാൻ. അത് സർക്കാർ മുൻകൂട്ടി കാണേണ്ടതാണ്. മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ വന്യമൃഗ മേഖല ഉണ്ടാക്കിയത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വന്യമൃഗ മേഖല ഉണ്ടാക്കിയത്. പക്ഷേ അത് സർക്കാർ ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ ജനങ്ങളോട് സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ടും ഈ ശല്യങ്ങൾ കുറയുകയും ചെയ്യും. ആനേനെ ഉപദ്രവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജനങ്ങളും മൃഗങ്ങളുമായിട്ട് ഒന്ന് ഇണങ്ങണ ഒരു സാഹചര്യം വരും. അപ്പോൾ സർക്കാർ ജനങ്ങളോട് ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ പ്ലാനിങ്ങിലൂടെ വൈദ്യുതി ആണെങ്കിലും കൽമതിലായാലും വെയിലായാലും ഏതാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശാശ്വത പരിഹാരമായിട്ട് മാറും. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ആന പോയി കഴിഞ്ഞാൽ ഈ മറ്റേ വൈദ്യുതി ഫെൻസിങ് തകർക്കുന്ന വിഷയം കുറയുമെന്നാണോ അഭിപ്രായം? ഇല്ല, കുറയുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന പോയി കഴിഞ്ഞാൽ വേറൊരു ആന ഉണ്ടാവും ഇതിന് ബദലായിട്ട്. പരമ്പര പോലെ ഇങ്ങനെ പോവുക. അതെ, ഈ തൂക്ക് വെയിൽ ഒരിക്കലും ഇവിടെ ശാശ്വതമല്ല. അത് സക്സസ് ആവണമെന്നല്ല. ഈ മരങ്ങളില്ലാത്ത സ്ഥലത്ത് അത് സക്സസ് ആവുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിന് നല്ല ബാറ്ററി വെച്ച് നല്ല പവർ വേണം. ഇത് പവർ കൊടുക്കുന്നില്ല ഇവർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഈ ഒരു അതായത് രാജീവിനെ കൊന്നതിന് ശേഷം എത്ര തേക്ക് മറിച്ചിട്ടുണ്ടാവും, എത്ര കാല് കളഞ്ഞിട്ടുണ്ടാവും ഏകദേശം? എൻ്റെ ആ പരിസരത്ത് തന്നെ ഒരു 10-15 തേക്കുകളും മറിച്ചിട്ടുണ്ട്. 15 തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 15 തേക്കല്ല, ഈ കാട്ടിൽ ഉണങ്ങി നിൽക്കുന്ന തേക്കുകളും ഈ വീണ് കിടക്കുന്ന തടികളും എടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള പൈസ കിട്ടും, ഫണ്ട് കിട്ടും അതിനുള്ളത്. പിന്നെ ഈ ആനയ്ക്ക് വേണ്ടപ്പെട്ട അത്രയും വെള്ളമില്ല, നാട്ടിൽ തീറ്റയില്ല. കാട്ടിൽ തീറ്റയില്ലാത്തതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ ആന അപ്പുറം നോക്കുമ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് കാണുന്നു. അപ്പോൾ ആന അതുകൊണ്ട് ഈ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് ഏത് വിധേനയും അത് അതിൻ്റെ ആ വേലിയൊക്കെ പൊളിച്ച് അത് മരണപ്പെട്ടാണ് ഈ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല, തീറ്റയില്ല, മൃഗങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല ഈ ചൂട് കാലത്ത്. തേക്കായതുകൊണ്ട് അതിൻ്റെ ഇല വീണ് അതിൻ്റെ അടിയിലുള്ള പുല്ല് വരെ കരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ഏതായാലും ഇപ്പോൾ ഈ ഒരു ആനയെ പിടികൂടിയത് താൽക്കാലികത്തിന് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ആശ്വാസം തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടി കുറഞ്ഞു. ഒരു പേടി കുറഞ്ഞു. ഇനിയും പേടിക്കാനുള്ളത് ഇനി ഏതാനയാണ് വരുന്നതെന്നുള്ള അറിയില്ലല്ലോ. ആ ആനയുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള അറിയില്ല. എന്തായാലും ഒരു 3 മാസത്തിനുള്ളിൽ വേറെ ആന ഉണ്ടാവും ഇവിടെ. ഇതായത് വടക്കനാട് കൊമ്പൻ വന്ന് 6 പേരെ കൊന്നു. പക്ഷേ വടക്കനാട് കൊമ്പനെക്കാട്ടും ഡേഞ്ചർ അല്ലായിരുന്നു ഈ ആന. അതെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വരുമ്പോൾ ഇതിനേക്കാളും കൂടിയതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിച്ചു വരികയാണ്. ഇവർ ഈ മനുഷ്യനേക്കാളും വിവരമുള്ളതാണ് ആന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മാതാവ്, പിതാവ്, അതിൻ്റെ സഹോദരങ്ങൾ, ഇങ്ങനെയാണ് ഈ ആനയുടെയും തുടർച്ച. ജനങ്ങളുടെ തുടർച്ച പോലെ തന്നെ ആനയുടെയും തുടർച്ച. ഏതായാലും ഇവിടെ ദൗത്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ കാത്തു നിൽക്കുവാണ് ആന വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഈ വഴിയാണ് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആളുകളൊക്കെ ഇവിടെ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ മുകളിലൊക്കെ
കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആനയെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പകൽ വെളിച്ചത്തിൽ ഈ ആനയെ അധികം കണ്ടിട്ടില്ല. മിക്ക ആളുകളും ഇവിടെയുള്ളവരൊക്കെ കണ്ടിരിക്കുന്നതൊക്കെ രാത്രിയാണ്. ഏതായാലും നമുക്ക് നോക്കാം ഈ ആന എങ്ങനെയുണ്ട്. നമ്മൾ ഈ പറഞ്ഞു കേട്ട ഇത്രയും ഭീകര സ്വഭാവമുള്ള ആനയുടെ ആ ഒരു കാഴ്ച എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം കേട്ടോ. അല്ല അതിന്റെ സൈഡിലൊരു കുറ്റിലേർ നിൽക്കുന്നുണ്ടാവും. അവർക്ക് എടുക്കും ഗേറ്റ് ഉണ്ടാക്കി ഒരു കാര്യമുണ്ട്, എല്ലാ മീഡിയാസും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ആളുകളും ഒക്കെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ചേട്ടനാണ് ശ്രീധരനാണ് ഇന്നലെ നമ്മളെ ആ പറമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടേ കാണിച്ച്. ചേട്ടനാണെന്ന് ആ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഇന്ന സ്ഥലത്ത്, അതായത് ആ പറമ്പിൻ്റെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഡാറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ചേട്ടാ, എന്താണ് ഇന്ന് രാത്രി സംഭവിച്ചതെന്ന് പറഞ്ഞു? രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ കഴിഞ്ഞ രാത്രിൻ്റെ മുന്നത്തെല്ലാം അതിൻ്റെ മുന്നത്തെ രാത്രി മെനഞ്ഞാന്ന് രാത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ മുട്ടിക്കൊമ്പൻ വരുന്ന അന്ന് മുതൽ തന്നെ മുട്ടിക്കൊമ്പൻ്റെ എതിരെയാണ് പോകുന്നതെന്നും വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അവിടെയുള്ള പ്രദേശത്തുകാർക്കും അറിയാം. അപ്പോൾ ഈ ദൗത്യം തുടങ്ങി ഇത്രയും ദിവസമായിട്ട് നീണ്ടുപോയപ്പോൾ അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഡിപ്പാർട്ട്മെൻറ്റോട് സംസാരിച്ച് പറഞ്ഞു ഇതിനെക്കാട്ടി അനുയോജ്യമായത് വള്ളിവാടി മേഖലയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം അവരുള്ള ഒരു സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിക്കും. ഈ മുട്ടിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ സാധ്യത ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ആയിരിക്കും. കാരണം മുട്ടിക്കൊമ്പൻ വരാൻ തുടങ്ങിയത് വടക്കനാട് കൊമ്പൻ്റെ ഒപ്പം വന്ന ആനയാണ്. അവൻ വരാൻ തുടങ്ങി അന്ന് മുതലും ഈ വെള്ളക്കെട്ട്, പള്ളിവേൽ വെള്ളക്കെട്ട് വന്ന് കരിപ്പൂര് പിന്നെയും തിരിച്ച് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒന്നരാടം ദിവസങ്ങളിൽ നമ്മൾ തോട്ടത്തിറങ്ങിയ ഒരു ശീലവനുണ്ട്. പിന്നെ വരുന്ന വഴികൾ അത് കൃത്യമായിട്ട് ആ വഴിയിൽ തന്നെ അതേ ചവിട്ടിലേ വരുള്ളൂ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പം അത് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ ഇന്നലെ എടുത്തു പോയതിന് ശേഷം രാത്രി എന്താ സംഭവിച്ചത്? എടുത്തു പോയതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പതിപോലെ നമ്മൾ അലർട്ട് കൊടുക്കുന്നത്. എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഒന്ന് മനോജ്, ഒന്ന് വിൻരാജ്, അങ്ങനെ ഒന്ന് വിജോഷ്, ഒന്ന് നമ്മളെ കർണാരേട്ടൻ. അതായത് ഈ 4 വീടുകളും 4 സ്ഥലത്താണ് ഉള്ളത്. പക്ഷേ എങ്കിലും ഈ 4 സ്ഥലത്തിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് ഇവ വരിക. അപ്പോൾ എന്തെങ്കിലും ആനേൻ്റെ പിന്നെ ചലനങ്ങളോ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുവാണെങ്കിലോ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളോട് ഇതിന്റെ റൂട്ടും കാര്യങ്ങളും കൃത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആശയപരമായ ഒരിത്. അപ്പോൾ അവർ ഞാൻ പറയുന്നതിൽ ഒരു വിശ്വാസ്യത അവർക്ക് തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് സക്സസ് ആയത്. അങ്ങനെ ഇന്നലെ നമ്മളോട് പറഞ്ഞായിരുന്നു ആ ഒരു സ്ഥലത്ത് തന്നെയാണ്, അതേ സ്ഥലത്ത് ഇന്നലെ നമ്മൾ ചെയ്ത ആ ഏരിയ കൂടി നമ്മൾ എവിടേക്കോ നടന്നു. ആനേന്റെ ഓരോ കാൽപ്പാടുകൾ ഇപ്പൊ വന്നാൽ നമുക്കറിയാം അതേ കാൽപ്പാടിൽ ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടാണ്ടാണ് വന്നത്. അതാണ് ഇതിനുള്ള വിജയം. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഈ ഉന്നതിയുള്ള ഒണ്ടൻകടവ് എന്നാണ് ഞങ്ങൾ പറയുക. ഒണ്ടൻകടവ് കൂടി കയറിയാൽ അപ്പോൾ തൊട്ടടുത്ത് ഇവർ കാവല് നിൽക്കുന്നു. നമ്മളെ തോട്ടത്ത് ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ കൂടിയാണ് ഇറങ്ങി പോകുന്നത്. അത് ഇന്നലെ ഇവരോട് സൂചിപ്പിച്ചു. എനിക്കൊരു അവിടെ മില്ലുണ്ട്, അതിന്റെ വാതിലൊക്കെ തുറന്നിട്ട് ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ അവിടെ പറമ്പിൽ ഇന്ന് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒരു റാ പോലെ ബ്ലോക്ക് ചെയ്ത് ഇവരതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ പ്രവേശിപ്പിക്കുക ചെയ്ത്, അതായത് നമ്മളെ തോട്ടത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആന നെളുപ്പിനാണ് സാധാരണ പോകേണ്ടത്. പക്ഷെ ഇവരുടെ സൗണ്ടുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എന്താ പറയുക, ആന മെല്ലെ മെല്ലെ നീങ്ങി
അവന് മതിയായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അതെ. അപ്പോഴാണ് പിന്നെ തൊട്ടടുത്ത് എനിക്കൊരു 50 മീറ്ററേ ഉള്ളൂ. ആനനെ ചെറിയൊരു ഇരുട്ടും ഒരു വാഴയുടെ മറുകൊണ്ട് കാണാത്തുള്ളൂ. ഞാൻ വാർക്കേൻ്റെ മുകളിലായിരുന്നു. അന്നേരം തന്നെ ഞാൻ റിപ്പോർട്ട് കൊടുക്കലും 2 മിനിറ്റ് തോട്ടത്തിൽ നിന്ന് ഇറങ്ങലും ആന അക്കരെ കയറലും അപ്പം തന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവർ പോകുന്നതും ഇന്ന സ്ഥലത്ത് പോയി ഇരിക്കാനൊക്കെ നമ്മൾ തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. അതൊരു അഭിമാനിക്കുന്നതിന് എന്ന് വെച്ചാൽ നമ്മളിത്രയും ജനങ്ങളെ കുഴക്കിയതും എല്ലാവരുടെയും ദൗത്യത്തിന് വിജയം കുറിക്കാൻ ഈ ആനയെ കുറിച്ച് ഇവർക്കറിയുന്നതിനെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക്, അതായത് നമ്മൾ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചു, എൻ്റെ അച്ഛനപ്പന്മാർ മുതൽ ജനിച്ചു അന്ന് മുതലേ നമുക്കെന്താ പറയുക, ചെറുപ്പത്താണെങ്കിൽ കാവൽ കിടക്കലും കൃഷിയിടത്തിൽ സംരക്ഷിക്കലും. അപ്പോൾ ഓരോ ആന വരുന്നത് ഏത് വഴിക്കാണ്, മൃഗങ്ങൾ വരുന്നതിനൊരു പ്രത്യേക കടവുകളുണ്ടാവും. നമ്മൾ പിന്നെ പോകുന്ന പോലെ തന്നെയാണ് അവർക്കൊരു പ്രത്യേക പാത വിട്ടിട്ട് സഞ്ചരിക്കലില്ല കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോൾ. ഇന്നലെ രാത്രി ശരിക്കും എത്ര മണിക്കാണ് ഇത് തുടങ്ങി? ശരിക്കും തുടങ്ങുന്നത് 11:50 ആകുമ്പോഴാണ് വിനുരാജ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച് ആ വെച്ച നിമിഷം തന്നെ ഞാൻ പിന്നെ ഇതിലൊരു വാച്ചറുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ, അദ്ദേഹത്തെ വിളിച്ചു ഇന്ന സ്ഥലത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ അവനെ അവിടെ തന്നെ നിൽക്കട്ടെ, ടോർച്ച് അടിക്കാനോ വീട്ടിൽ ലൈറ്റുകൾ ഉപയോഗിക്കാനൊന്നും പാടില്ല. നിങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞിരുന്നു, അവരോടും കാര്യങ്ങൾ പറയാം. ആന എവിടെയുണ്ടെന്ന് കൃത്യമായി സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ. അവർ വന്നിട്ട് റോഡുകളിൽ നിന്നു നമ്മൾ ഓരോ സെക്കൻഡിലും അതിൻ്റെ തത്സമയം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇവർക്ക് ഇന്ന സ്ഥലത്താണ് ആനയുള്ളത്. അങ്ങനെ ഇവർ ആനേനോട് ഒരു വളഞ്ഞു ആന ഒരു വശം തുറന്നിട്ടു. അതായത് നമ്മളിപ്പോൾ ഈ കയറി വന്ന വശം ഒണ്ടൻ കോളനിയിലേക്ക് വശം ബാക്കി 4 വശത്തുനിന്നും ഒരു റാ പോലുള്ള രീതിയിൽ ഇവർ മെല്ലെ ക്രമേണ അടുത്തടുത്ത് വന്നിട്ടാണ് ഇങ്ങോട്ട് ചാടി. എത്ര മണിയായപ്പോൾ ആദ്യത്തെ മയക്കുവെടി വെച്ചേ? ആദ്യത്തെ മയക്കുവെടി ഒരു 3:45 സമയം. രണ്ടാമത്തെ അവിടെ നിന്ന് 2 വെടി അവിടെ നിന്ന് തന്നെ വെച്ചു. രണ്ടും കൊണ്ടു ആന അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വയലാണ്, പിന്നെ വയലിലേക്ക് ആന ചാടുണ്ട്, നിങ്ങൾ മാറിയെന്നോ ആരും ടോർച്ച് അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളാരും അങ്ങോട്ട് പ്രവേശിച്ചില്ല. എൻ്റെ ഒപ്പരം ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ആന വെടിവെട്ടി ഒന്ന് ശാന്തനായ ആന പെട്ടെന്ന് ആ റോഡിലേക്ക് ഓടിക്കയറി. ആന വരുന്നൊരു റോഡാണത്, അതിലേക്ക് കൂടി അതിവേഗം പോയിട്ടാണ് ഈ ഓനച്ചങ്കവലിൽ എത്തുന്നത്. അതിൽ ഡ്രോൺ അവർ പറിച്ചു നോക്കുന്നത്, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ പോകാനുള്ള സൗകര്യം ഇവർക്ക് പിന്നെ യാത്ര ചെയ്ത് ഈ ഓനച്ചങ്കവലിൽ എത്താനുള്ളൊരു. അവിടുന്ന് എത്ര കിലോമീറ്റർ ആന കാട്ടിലേക്ക് പോയി? അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഭാഗത്താണ് സ്ഥലമുള്ളത്, ആനയിപ്പോൾ ഈ ഭാഗത്തുള്ളത്. ആനയിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇപ്പോൾ എൻ്റെ ഇടതുവശത്താണ് ആന, അതേ വശത്ത് തന്നെയാണ് ഇതുള്ളത്. കാരണം ഈ കവലയിൽ വന്നിട്ട് തന്നെയാണ് ആന മറ്റുള്ള ഏരിയയിലേക്ക് തിരിയുന്നത്. ജനവാസ മേഖലയിൽ ഈ ഇറങ്ങുന്ന ഒരു ആനേൻ്റെ ഒരു സ്ഥിരം കേന്ദ്രമാണ് അത്. അവിടെ എങ്ങനെയാണ് ഇത്? എങ്ങനെ ഇതുപോലെ തന്നെ തേക്കുംകാടുകളാണോ അതെയോ? അല്ല, തേക്കുംകാടുകളാണ്. ആന കൂടുന്ന പണ്ട് അമ്മവയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഗ്രാമം. 3 വീടുകളാണ് ഉണ്ടായിരുന്നു, ഒരു 4-5 ട്രൈബരും. അപ്പോൾ അവിടെ ഒരു ഓനച്ചൻ ചേട്ടൻ എന്ന് പറയാൻ കാരണം അന്ന് പണ്ട് തേക്കിൽ പൂളകൃഷി നടത്തിയിട്ടായിരുന്നു. അയാൾ അവിടെ ചായക്കടയൊക്കെ നിർത്തി, അങ്ങനെയാണ് അതിന് ഓനച്ചൻ കവല പേര്. അങ്ങനെ കാടുകളിൽ ഓരോരോ പോയാലും അങ്ങനെ പേര് വന്നത്. ഇത് കരിപ്പൂർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ ഈ ആന കയറിപ്പോയ ഇവിടുന്ന് ഒരു V ഷേപ്പിലാണ് ഇത് വരുന്നത്. അവിടേക്ക് എത്തിപ്പെടാനും ഇവിടുന്ന് പോകുന്ന അതേ ദൂരം തന്നെ ഉള്ളൂ, കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ഇത്രയും ദിവസത്തെ ദൗത്യം ഇപ്പോൾ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? സന്തോഷമായ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിനെ രക്ഷിക്കുന്നതിന് നമുക്കൊരു പങ്കാളിത്തം നിർണായകമായി വഹിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മളോട് പിന്നെ വളരെ അതിശയോക്തി കൂട്ടി ഞാൻ പറയില്ല, സ്നേഹാദരത്തോട് പറയാണ്. എൻ്റെ ഒരു വാക്കിനെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ഒരു 80-90ഓളം സ്റ്റാഫുകളുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഇവിടെ ഈച്ചക്കുന്ന് കാളിമല തമ്പുരാൻ ക്ഷേത്രം, അതിൻ്റെ ഈ കാളിമല വെട്ടാണ്. അപ്പം ഞാൻ പലപ്പോഴും ഇവരോടും സംസാരിച്ചിട്ടുണ്ട്, ഇതിന് മുന്നൊരു അനുഭവമുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം വടക്കനാട് കൊമ്പന് അത് പിന്നെ പേര് വെളിപ്പെടുത്തുന്നില്ല, അരുൺ സക്കറി സാറ് തന്നെ പറഞ്ഞിട്ട്, അതായത് ഒരു വാഴപ്പഴം ഒരു കൊലം മുഴുവൻ ഗണപതിക്ക് നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇവൻ അടുക്കലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം അത് ചെയ്തിരുന്നു. അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കാനും ഒരു നെയ്വിളക്കും. അതുപോലെ തന്നെ ഇത് നടന്നാൽ തന്നെയും ഇവിടെ പിന്നെ ആദിമവാസികളായ കാട്ടുനായക്കർ ഒരു താവളുണ്ട്, അവിടെ ഒരു ചെറിയ ചടങ്ങ് നടത്തുന്നുണ്ട്. അതിനുള്ള വഴിപാട് കൊടുക്കാമെന്ന് അവർ നടത്താമെന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ഇന്നലെ ഇതിന് ഇറങ്ങുമ്പോഴും ഓരോ ദിവസം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തമ്പുരാൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സഖീൻ്റെ പുത്രനാണ് ഇവൻ. ആ തമ്പുരാൻ്റെ അനുമതി ഇല്ലാണ്ട് ഇവനെ തൊടാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് 4 ദിവസം മുന്നേ പോയിട്ട് അമ്പലത്തിൽ പായസം. എനിക്ക് അത് പറയുമ്പോൾ എന്തറിയോ, ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇതിൽ നിർണായകമായിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് അനുഗ്രഹം. അതെ അതെ, എല്ലാവരെയും. ഇവിടെ ഒരു മതസ്ഥരല്ല, മറ്റുള്ള വിഭാഗത്തിന് എല്ലാവരും തന്നെ പ്രാർത്ഥന ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ? ഫാന കയറ്റിയോ, ലോറിയിൽ കയറ്റിയോ എന്താ? എനിക്ക് അവിടുന്ന് ചെറിയൊരു കിട്ടിയ വിവരം എന്ന് അറിയാം, അവൻ്റെ മയക്ക് പിടിച്ച് അതിൻ്റെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ സുഹൃത്ത് അത് പറഞ്ഞു, ആന വെടിവെച്ച സമയം പിന്നെ ജനങ്ങളെ അത് അറിയിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ മീഡിയാസ് അറിയുന്നതിനും വടക്കനാട്ടിൽ എല്ലാവരും അറിയുന്നതിനും മറ്റേ ആ നന്ദി സൂചകമായിട്ട് അവരെന്നോട് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് ആന മയങ്ങി രണ്ടാമതൊരു വെടിയും കൂടി ഉൾക്കാട്ടുന്ന അവിടുന്ന് ഈ ഓനച്ചങ്കലിൽ നിന്ന് കൊടുത്തതിന് ശേഷമാണ് ആന മയങ്ങുന്നത്. അതെനിക്ക് ഞാൻ അതേ പറഞ്ഞു അവരെ പേര് വെളിപ്പെടുത്താൻ. അങ്ങനെ ടെക്നിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ജനങ്ങളെ എല്ലാവരും സഹകരണം ഇല്ലാണ്ട് ഇതെന്തായാലും നടക്കൂല. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇത് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടു ഇവിടുത്തെ പ്രദേശത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപിയേട്ടനും കൂടി സൂചിപ്പിച്ചതാണ്. നാട്ടുകാരെ പിന്നൊരു സഹായം കൊണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട്. പക്ഷേ ചില കാരണങ്ങളാണ് എനിക്കത് പുറത്തു വിടാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇത് അവിടെ കയറ്റി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് പുറത്തു പറഞ്ഞത്. സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമായി. ഇനി ഇങ്ങനെ ഒരു മൃഗം നമ്മുടെ നാട്ടിൽ ശല്യക്കാരനായി മാറാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കൂടെ ഒരു ആനയും കൂടെ ഉണ്ട്. ആനകൾ ഒത്തിരി ഉണ്ട്, പല മേഖലയിലുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. വേറൊരു ഇവന് തുണയ്ക്ക് വന്നിട്ട് അന്ന് ഇരട്ടകളെ പോലെ തോട്ടത്തിൽ കയറിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ഒരു പ്രവണതയുണ്ട്. ഇതിനൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആനയ്ക്ക് ഏതാണ്ട് മയക്കുവെടി വെക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇവൻ്റെ കൂടെയുള്ള ആന കരഞ്ഞിട്ടുണ്ട്. മയക്കുവെടി കിട്ടിക്കഴിഞ്ഞിട്ടും കരഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ പള്ളിവേല ഭാഗത്തുള്ള വിനുരാജ് എന്ന് പറഞ്ഞ ആൾ കേട്ടിട്ടുണ്ട്. അവിടെ അന്വേഷിച്ച് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. അതൊരു വളരെ ഒരു സത്യം വേറെ എന്താ തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നമ്മൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആനയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മുട്ടിക്കൊമ്പൻ ആന തോട്ടത്തിൽ കയറിയപ്പം മറ്റു പുറത്ത് ജനം വളഞ്ഞു എന്നുള്ള മറ്റേ ആനയ്ക്ക് തോന്നിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടൊരു സിഗ്നൽ കൊടുത്തതായിരിക്കാം. അതേപോലെ തന്നെ മയക്കുവെടി വെട്ടി ഒരു 2 സെക്കൻഡേ ഉള്ളൂ. അത് ഞാൻ ഇവിടെയുള്ള ഒരു കേബിൾ പ്രവർത്തകനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആന ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് പറയും ശരിക്കും ചിലപ്പോൾ അത് ശരിയായിരിക്കും ശ്രീധരേട്ടാ, ആശയവിനിമയം നടത്തിയതായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസമുള്ളതെന്ന് പറയാം, കഴിഞ്ഞ വടക്കനാട് കൊമ്പൻ്റെ കൂടെ ആയിരുന്നു ഇവൻ തോട്ടത്തിൽ കയറുന്നത്. ഇപ്രാവശ്യം ഇവൻ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് കയറിയത്. ഇവൻ്റെ കൂടെ തുണകൾ കയറിയിട്ടില്ല. ഏതായാലും ഇതിന്റെ പുറകെ ഇനി ഒരു വേറെ ഒരു ആന ഇതേ പാത പിന്തുടരുകയല്ലെന്ന് വിചാരിക്കാം. പിന്തുടരാണ്ടിരിക്കട്ടെ, തുടരില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നമുക്ക് പറയാം, ഇപ്പം നിലവിൽ ഇതൊരു ട്രെൻഡല്ലേ, ഇതിനോട് ചേർന്നിട്ട് അത് കമ്പി തൂക്കുവേലിയുണ്ട്. ഇതിൽ ചെറിയ ആശയപരമായിട്ട് ഇവർ ടെക്നിക്കലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിതൊരു ഈ ട്രെൻഡ് ഇടിഞ്ഞ ഭാഗത്തിൽ ഇപ്പോൾ വലിയ ഫണ്ടുകളില്ലാണ്ട്, കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ശാശ്വതമായ കൽമതിലോ റെയിൽവേ ഫെൻസിംഗ് ഒക്കെ പറഞ്ഞാൽ ഇനിയും കൂടാനുകൂടി രൂപകൾ വേണം. പക്ഷേ ഇപ്പോൾ ഈ നിലവിലുള്ള സംവിധാനം 5 വർഷത്തേക്ക് ഈ പ്രോജക്റ്റ് വന്നല്ലേ, ഇതൊന്നും ബലപ്പെടുത്തുക. അതായത് ഇച്ചിരി പവർ കൂട്ടി കൊടുക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം വന്യമൃഗത്തിന് പേടിപ്പെടുത്തുന്ന രീതിയിൽ, പിന്നെ ട്രെൻഡ് ഇടിഞ്ഞ സ്ഥലത്ത് നിന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, എന്നിട്ട് അടുത്ത പദ്ധതിക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് പറയുന്നത്. ഏതായാലും ശ്രീധരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വൈകിട്ട് 6:30 വരെ ഞാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ അതേ സ്ഥലത്ത് അതേ സ്പോട്ടിൽ വെച്ച് തന്നെയാണ് ആനയെ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ വീഡിയോ ഇപ്പോൾ തൊട്ട് മുന്നേ ഇടാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ പിടിക്കുമെന്നുള്ളൊരു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സൈലൻ്റായിട്ട് പോയതുകൊണ്ട് നമുക്കിത് പിടിക്കുന്നൊരു ധാരണ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എത്തിയാനെ. എന്തായാലും ഒരു വെച്ചും കൂടി പറഞ്ഞു എനിക്കൊന്നും കൂടി സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരും പറയട്ടെ, ഇപ്പം മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞു, ഇത് മനുഷ്യ വന്യജീവി സംഘർഷമല്ല. ഈ ഒരു മൃഗത്തിനെ എനിക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ആന എൻ്റെ വീടിൻ്റെ മുന്നിൽ പലപ്പോഴും വന്നിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ യാദൃച്ഛികമായിട്ട് ഇപ്പോൾ രജീവ് മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് മാറിയിട്ടാണ് തോട്ടം ഉണ്ടായിരുന്നത്. ആ പോകുന്ന വഴിക്ക് ആന വന്നു, രജീവ് ഒരു വഴിക്ക് ഇറങ്ങിപ്പോവാണ്. പക്ഷെ രജീവിനൊന്ന് സഹായിക്കാൻ, എനിക്ക് സഹായിക്കാൻ ഇന്നലെ ഒത്തിരി പേരുണ്ടായിരുന്നു. രജീവിനൊന്ന് സഹായിക്കാൻ ആരും ഇല്ലാണ്ടായി പോയി. ആ ഒരു മനോവിഷമം എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ളൊരു സംഘർഷമല്ല, ഇവനോടുള്ള ഈ ആനയെ എന്താണ്, ആന എങ്ങനെയാണ് പോകുന്നത്, ഇത് നമ്മൾ അറിയുന്നതുകൊണ്ടാണ് ഇത്രയും വിജയിപ്പിക്കാൻ പറ്റിയത്. ഏതായാലും ആനയെ കൊണ്ടുവരുന്നുണ്ടെന്നാട്ടോ പറഞ്ഞ ആൾക്കാരെല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആനയെ കൊണ്ടുവരും കേട്ടോ. ആളുകളെല്ലാം ഇവിടെ കൂട്ടം കൂടി കാഴ്ച ഒരു ആനയെ കൊണ്ടുവരുന്ന ആ ഒരു ദൃശ്യങ്ങൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഏതായാലും നോക്കാം എന്താണ് സംഭവിക്കാന്നുള്ളത്. എല്ലാവരും ആ ഒരു കാഴ്ച കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആളുകൾ മുട്ടിക്കൊമ്പനെ കാണാനായിട്ട് വാട്ടർ ടാങ്കിൻ്റെ, ജലനിധി വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയായിട്ടേ കാണുന്നത്.
സമയം ഇപ്പോൾ 2:15 കേട്ടോ. 2:15 ആനയെ കൊണ്ടുവന്നിട്ടില്ല. കുറേ വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയി. എല്ലാവരും തീക്ഷ്ണതയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു കൊലയാളി ആന, അല്ലെങ്കിൽ ഇത്രയും നാളും ഈ വടക്കനാട് വള്ളുവാടി പ്രദേശത്തെ മുൽപ്പുഴ പഞ്ചായത്തിൽ 3 വാർഡിൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന ഒരാളുടെ ജീവനടക്കം എടുത്ത ആ ഒരു കാട്ടാനയെ നേരിൽ നിന്ന് കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എന്താ വന്നെ വണ്ടി രസമില്ല ആന വരുന്നത്. മുളയ്ക്കുള്ള വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ വടി നോക്കിയിട്ട് ട്രൈപ്പോഡായിട്ട് പിടിക്കും കേട്ടോ. എന്താ ഇവനാള് വേണ്ട അതായത് കിട്ടിയതാണ്. അന്നേരം കണ്ണിനെ നോക്കിയത് ആനയില്ല. ഞാൻ 12 മുതലാളി വിട്ടത്. എല്ലാ ആളുകളും മുട്ടിക്കൊമ്പനെ കൊണ്ടുവരുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന തേക്കെല്ലാം മുട്ടിക്കൊമ്പൻ മറിച്ചിട്ടിരിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് നിരവധി തേക്കുകൾ ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ മുട്ടിക്കൊമ്പൻ ആനയെ കൊണ്ടുവരുന്ന രംഗം കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആദ്യം വരുന്ന ലോറിയിൽ തന്നെയാണ് ആനയുള്ളത്. പുറകിലായിട്ട് കോന്നി സുരേന്ദ്രനുമുണ്ട്. ആ മുട്ടിക്കൊമ്പൻ ആനയാണ് ഈ കാണാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മുട്ടിക്കൊമ്പനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ ആനപ്പന്തിയിൽ നിന്നിട്ടുള്ള പ്രമുഖ സൂര്യ പിന്നീട് ഉൾവരത്തിലേക്ക് കയറിപ്പോയി. ഉൾവരത്തിനകത്തും അറിഞ്ഞു വീഴുമോ? ആന ഇങ്ങോട്ട് ശരി അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ലോറി ഇച്ചിരി ചെരിഞ്ഞു പോയിരിക്കുകയാണ്, ചൊരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇപ്പോൾ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. JCB ഉപയോഗിച്ചിപ്പോൾ വണ്ടി നേരെയാക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുട്ടിക്കൊമ്പനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി നമ്മുടെ അവസാനത്തെ കുംകിയായിട്ടുള്ള കോന്നി സുരേന്ദ്രനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു കുംകിയാനയാണ് കോന്നി സുരേന്ദ്രൻ. കോന്നി സുരേന്ദ്രനാണ് ഇതിൻ്റെ മെയിൻ സ്റ്റാർ. കോന്നി സുരേന്ദ്രൻ എന്താ വരുന്നു. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ അത്രയും ദിവസം കോന്നി സുരേന്ദ്രനാണ് ഈ കാണുന്നത്.
ഏതായാലും മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു കൊമ്പനാനെ റോഡിലൂടെ കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ആന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പോകുന്ന വഴിക്കൊക്കെ ആളുകളൊക്കെ ഈ രംഗങ്ങൾ കാണാനായിട്ട് കാത്തു നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ഏതായാലും നമ്മൾ മുത്തങ്ങയിൽ എത്തിയിരിക്കുകയാണ്. മുത്തങ്ങ എലഫന്റ് ക്യാമ്പിലേക്ക് കോന്നി സുരേന്ദ്രനെ അതുപോലെ തന്നെ മുട്ടിക്കൊമ്പനെയും കൂടെ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ടും അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ടും വന്ന് നിൽക്കുന്ന ആളുകളാണ്. ഏതായാലും വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. കുറേ നാളത്തെ നാട്ടുകാരുടെയൊക്കെ ഉറക്കം കെടുത്തിയ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആന തന്നെയായിരുന്നു. ഏതായാലും ഈ ദൗത്യത്തിന് ഉടനീളം, അതായത് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കർഷകൻ കൂടിയാണ് കരുണാകരേട്ടൻ. കരുണാകരേട്ടൻ നമ്മൾ ഈ ഒരു സമരത്തിലും അതുപോലെ തന്നെ വടക്കനാട് കൊമ്പനെ അടക്കം പിടിക്കാനുള്ള സമരത്തിലൊക്കെ മുന്നിൽ നിന്ന ഒരാളാണ്. ഇപ്പോൾ കരുണാകരേട്ടനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. കരുണാകരേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ ആനയെ പിടിച്ചുകൊണ്ട്? സന്തോഷമായോ? വളരെ സന്തോഷമായി. എൻ്റെ ലക്ഷക്കണക്കിന് കാർഷിക വളം നശിപ്പിച്ചതുപോലെ മറ്റുള്ളവർ കോടിക്കണക്കിന് ഉറുപ്പിക എൻ്റെ സാമ്പത്തിക നഷ്ടമാണ് അവൻ ആ നാട്ടുകാർക്ക്. മൊത്തം ഈ 3 വാർഡിലും കൂടെ കൂട്ടിയാൽ ഒത്തിരി കോടികളുണ്ടാവും. അപ്പോൾ അത് ഇവർ വനം വകുപ്പ് അതിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പിടിച്ചില്ല. അവസാനം ഇന്നലെ അവർ ഞങ്ങളെയും കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് ഈ ആനേനെ എങ്ങനെയെങ്കിലും പിടിച്ച് കൂട്ടിലടയ്ക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അവർ പരിപൂർണമായ സഹായം അവർ കൊടുത്തു. ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ അത്രയ്ക്ക് മാത്രം മേലുദ്യോഗസ്ഥന്മാർ അവിടെ വന്നിരുന്നില്ല. ഒരു ഡെപ്യൂട്ടി റേഞ്ചറോ ആറാട്ടിൻ്റെ റേഞ്ചറോ മാത്രമേ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ. അവർ വന്നു. ഒരു മീഡിയാസും വന്നില്ല. ആന എവിടെയുണ്ടെന്നുള്ളത് എൻ്റെ അനിയൻ്റെ വീട്ടിലും പിന്നെ അനിയത്തിമാരുടെ വീട്ടിലും ആനയുണ്ടായിരുന്നു. അത് തൊട്ടപ്പുറത്ത് മറ്റുള്ള 2-3 വീട്ടിലുമാണ് ആനയുണ്ടായിരുന്നത്. അപ്പോൾ അത് വളയാൻ ഞങ്ങൾക്ക് സൗകര്യം കിട്ടി. ഈ RRTനോടും പിന്നെ ഡെപ്യൂട്ടി റേഞ്ചർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 11:50 മുതൽ ആനയെ നിരീക്ഷിക്കുകയായിരുന്നു. ഒരു 12:30 അവർ വന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ ആൾ പോരാ, നമുക്കിതിനെ വളയണമെങ്കിൽ ഇച്ചിരി കൂടെ ആൾ വേണമെന്ന് പറഞ്ഞു. അവരെല്ലാ കാവൽ സൈറ്റിലെ ആളെയും ഒരു പരിമിതമായി അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് ഞങ്ങൾ അവരോടും പരിപൂർണമായി സഹകരിച്ചു. അത് ഏകോപിക്കാൻ ഞങ്ങളുടെ ഒരു സുഹൃത്ത് VR ശ്രീധരൻ എന്ന് പറയുന്ന വെള്ളക്കെട്ട് ശ്രീധരനുണ്ട്, എൻ്റെ ഒരു ഇളച്ചൻ്റെ മകനാണ്. അവർ കോർഡിനേറ്റ് ചെയ്ത അവനാണ്. പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ ഡാറ്റ് ചെയ്തു അല്ലേ? ഇന്നലെ നിങ്ങൾ വന്ന് കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് ആന വന്നത്. കാരണം ഞങ്ങളെ സഹായം അവർ തേടിയതെന്തും ഞങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറായതും
തോട്ടത്തിൽ ആന വന്നാൽ ഏത് വഴിക്ക് പോകണം, എങ്ങോട്ട് പോകണമെന്ന് ഈ വരുന്ന ഈ ആറാട്ടി ടീമിനോ അല്ലെങ്കിൽ വനം വകുപ്പുകാർക്കും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ കൊടുത്ത് തന്നെ പറയാം. ഞങ്ങളെ ഗൈഡ് ലൈൻ അവർ അതേപോലെ സ്വീകരിച്ചു, ഞങ്ങളും അതുപോലെ കൂടെ നിന്നു. അതുകൊണ്ട് അവരുടെ ഇത് നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ വായിലേക്ക് ആനേനെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് അതിന് മയക്കുപിടി വെക്കാൻ കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് ഈ കാര്യത്തിൽ. വിശിഷ്യ ഡെപ്യൂട്ടി റേഞ്ചർ, ആറാട്ടി ടീം അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചു. ഞങ്ങളോട് ഞങ്ങളൊരു മീഡിയക്കാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയും തന്നെ അറിയിച്ചില്ല. ആന മയക്ക് വെടിവെച്ചതിന് ശേഷമാണ് ഞങ്ങൾ മീഡിയക്കാരോട് പറയുന്നത്. അപ്പോഴാണ് മീഡിയക്കാർ വരുന്നത്. ഇപ്പോൾ മീഡിയക്കാർ ആദ്യം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടല്ല, മീഡിയക്കാരൊക്കെ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷേ മീഡിയക്കാരും കൂടെ വന്നാൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നൊരു തോന്നലുണ്ടായത് കൊണ്ടാണ് അവരെയൊന്നും പറഞ്ഞില്ല. പക്ഷേ 3:55 മയക്ക് വെടിവെച്ച് ഉടനെ മീഡിയക്കാരോട് പറഞ്ഞു. ഏതായാലും ഇപ്പോൾ സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാമല്ലോ. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. കാടല്ലേ, അതെ. ഇനി വരുമോന്നൊന്നും പറയാൻ പറ്റില്ല. സഖിയൻ്റെ പുത്രന്മാരല്ലേ. അതെ. നേർച്ച കാഴ്ചകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. പലരും പലവിധ വഴിപാടാണ്, നേർച്ചയാണ് അമ്പലങ്ങളിൽ. പിടിച്ചോണ്ട് പോകണം, പക്ഷെ കൊല്ലാതെ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും സാധിച്ചു. വളരെ നന്ദി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു പറമ്പ് എന്ന് പറയുന്നത് ഈ മുകളിലാണ്. ആ കാപ്പി ഒക്കെ നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു എപ്പിസോഡിൽ കണ്ട പ്രദേശത്തിന് നേരെ താഴെയായിട്ടുള്ള പ്രദേശമാണിത്. ഇവിടെയാണ് ഇന്ന് രാവിലെ ആന ഇറങ്ങി വന്നത്, ഇറങ്ങി തിരിച്ചു പോയതും. ഈ കാണുന്ന ഇല്ലിക്കൂട്ടം ഇതിൻ്റെ ഇടയ്ക്കോടെയാണ് ആന ഇറങ്ങി പോയത്. അതിൻ്റെ തൊട്ടപ്പുറമുള്ള ആ കാണുന്ന കെട്ടിടം കാണുന്ന പ്രദേശമാണ് 50 ഏക്കർ കോളനി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു പ്രദേശത്തിട്ടിട്ടാണ് ആനയെ മയക്കുവെടി വെച്ചത്. അതായത് ഇത് ആനയുടെ സ്ഥിരം റൂട്ടാട്ടോ. ആന ഇതിലേ ഇറങ്ങിപ്പോയതല്ലേ ഈ വഴി. ഈ പുല്ലൊക്കെ പറിച്ച് ഈ പുല്ല് പറിച്ചു. ഇതവിടെ ചെറുതായിട്ട് ഇപ്പോൾ ഇത് ഉണക്കാണ്ട് ചവിട്ടുണ്ട്. ആന ചവിട്ടിയ പാട് കാണാം. ഇതാ ഇല്ല, ഇറങ്ങിപ്പോയത് ആ പറമ്പിൽ നിന്ന് ഇറങ്ങി വരികയത്. ഇന്നലെ കണ്ട പറമ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇത് ഇവിടെ നേരെ അങ്ങോട്ട് പോയാൽ നേരെ ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. അവിടെ ഒരു മാവുണ്ട്, അതാ കാണുന്നത്. ഈ കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡ്. ഈ രണ്ട് ഇല്ലയുടെ നടക്കാം. ഇല്ല, ഇടത് വശത്ത് അത് മാവിന്റെ അത് സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴി. ഇവിടെ നിന്ന് കാണാതാ. ഈ പാടത്തിൽ കൂടെ തന്നെ ഇറങ്ങി. ഇതാ നേരെ ഇതാ ചപ്പൊക്കെ ഇട്ട് ഇതുണ്ടോ ചവിട്ടുകൂട്. ഇതൊക്കെ ഉണങ്ങിയ പുല്ലൊക്കെ അതിൻ്റെ വൈന്ന് പോയതാട്ടോ. ഓടിയ ഓട്ടത്തിന് ഇതാനെ വെട്ടിയാ കാൽപ്പാട് ഇതാ കാണാം. അങ്ങനെ ഈ വരമ്പ് കൂടി തന്നെ പോയി ഇങ്ങനെ പോയില്ലേ. അപ്പോൾ ആ ഭാഗത്ത് നിന്നിട്ടല്ലേ ഡയറക്റ്റ് ചെയ്തല്ലേ? അവിടുന്നാണ്. ഈ കാണുന്ന ചേട്ടനാണ് മുട്ടിക്കൊമ്പന് പേരിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? കുമാരൻ. ചേട്ടനാണ് മുട്ടിക്കൊമ്പന് പേരിട്ടെ. ഏത് വർഷമാണ് അങ്ങനെ പേരിട്ടെ? അത് 18 അത് വടക്കാനാട് കൊമ്പനെയൊക്കെ പിടിച്ചതിന് ശേഷം. അതിനുശേഷം അല്ല ഈ ആന ഇറങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടെ? അങ്ങനെ പേരിട്ടെന്ന് വെച്ചാൽ അത് അന്ന് ഭയങ്കര ഇതാണ്. 1 കിലോമീറ്റർ കണ്ടു കഴിഞ്ഞാൽ ടോർച്ച് അടിക്കാൻ പറ്റില്ല. 1 കിലോമീറ്റർ ആളെ ഓടിക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ചേട്ടനൊക്കെ ഓടിച്ചിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ എന്താ ആ സമയത്ത് ചെയ്തോണ്ടിരുന്നത്? ഞങ്ങള് നൈറ്റായിരുന്നു, വാച്ചറായിരുന്നു, ഫോറസ്റ്റ് വാച്ചറായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിന് പേരിട എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? പ്രത്യേകം വെച്ചാൽ ഇതിന്റെ കൊമ്പ് ചെറുതാണ്, മുട്ടുകൊമ്പ. അങ്ങനെയാണ് മുട്ടിക്കൊമ്പ എന്ന് പേരിടുന്നത്. പിന്നെ ആളത്ര അല്പം വിശമാണ്. ഓരോരുത്തർക്ക് 2 ഏറ്റ പേരെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിന് ഞങ്ങൾ കണ്ടപ്പോ മുട്ടിക്കൊമ്പനാണ്. പിന്നെ അതെല്ലാവരും വിളിക്കാൻ തുടങ്ങി. അതേപോലെ അങ്ങനെ വിളിക്കാൻ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ രാത്രി സത്യം പറഞ്ഞ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ല, ഞങ്ങള് കാടിന്റെ ഉള്ളിലല്ലേ, മണൽമൂല അവിടെ താമസിക്കുന്നല്ലേ. ഞങ്ങൾക്ക് രാത്രി എന്നും ഇതിനെ ഓടിക്കല് തന്നെ പണിയല്ലേ? പിന്നെ നൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബേക്കിൽ തന്നെ. ചേട്ടൻ വാച്ചർ ആയിരുന്നപ്പോഴും ഇതിന്റെ പുറകെയായിരുന്നു, റിട്ടയർ ആയതിനു ശേഷം ഇതിന്റെ പുറകെയായിരുന്നു. പിടിച്ചാൽ നന്നായി. എന്താ വെച്ചാൽ കഴിഞ്ഞ് കിടന്നുറങ്ങാമല്ലോ. സത്യം, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എപ്പോഴും വരുന്നത് ഞങ്ങളുടെ എൻ്റെ ഒരു 16 തെങ്ങൊക്കെ കളഞ്ഞു. വലിയ തെങ്ങ്. എന്തായാലും ഈ വടക്കനാട് പ്രദേശത്ത് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഇനി കണ്ടറിയാം, അല്ലാതെ ഇപ്പം എന്താ ചെയ്യും. വേറെ കാരണം വരുമെന്നില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അതെ. ഇനിയിപ്പോൾ ഇതാണോ ഇനി വേറെ ഇതിനേക്കാളും വലിയ ആൾ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വടക്കനാട് കൊമ്പൻ പോയപ്പോൾ ഇതുപോലെ ആശ്വസിച്ചാണല്ലോ അല്ലേ? അത് അതിനെ പിടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതോട് തീർന്നു. എത്ര നാളുണ്ടായിരുന്നു ആ ആശ്വാസം? ഇതിനൊപ്പം തന്നെ ഈ മുട്ടിക്കൊമ്പ് രണ്ടും ഒരുമിച്ച് വടക്കനാട് കൊമ്പൻ വരാത്ത മുമ്പ് ആന ഇവിടെ ഉണ്ട്, ഇറങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് ഇത്ര ഉപദ്രവമൊന്നും ഇല്ല. ഇനി അടുത്തിറങ്ങിയാലും അടുത്തതിനും ചേട്ടൻ തന്നെയാണ് പേരിടാൻ അടുത്തതിനും ചേട്ടൻ തന്നെയാണ് പേരിടാൻ പോകുന്നത്. അല്ല, എന്നെ പോലെ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അതായത് മുട്ടിക്കൊമ്പൻ ഇപ്പോൾ എല്ലായിടത്തും ഫേമസ് ആയി. മുട്ടിക്കൊമ്പന് പേരിട്ട ആളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ്, വേറെ ആരും ഇങ്ങനെ ഒരാളെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത് കേട്ടോ. അങ്ങനെ 13 ദിവസത്തെ ദൗത്യത്തിനൊടുവിൽ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു കൊലയാളി ആന, അല്ലെങ്കിൽ ആ വടക്കനാട് വള്ളുവാടി പ്രദേശത്തുള്ള ആളുകളെല്ലാം
അവരുടെ എല്ലാം ഉറക്കം കെടുത്തിയിരുന്ന ആ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള കാട്ടാനയെ പിടികൂടിയിരിക്കുകയാണ്. അതിൻ്റെ രംഗങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. വളരെ ലോങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറായിരുന്നു. വെളുപ്പിന് 1 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞു. ആ സമയത്താണ് ഇവിടെ മുത്തങ്ങ എലഫൻറ്റ് ക്യാമ്പിലേക്ക് മുട്ടിക്കൊമ്പനെ എത്തിച്ചത്. ഏതായാലും ഏറെ നാളത്തെ ആ ഒരു ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത്രയും ദിവസം മാക്സിമം നമുക്ക് ഈ എപ്പിസോഡുകളൊക്കെ കവർ ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇനി അങ്ങോട്ട് വടക്കനാടുകാർക്കും വള്ളുവാടിക്കാർക്കും ഒക്കെ കുറച്ച് നാളത്തേക്കെങ്കിലും സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്